സ്വാദിഷ്ടമായിട്ടുള്ളൊരു കറിയാണ്. നല്ല എളുപ്പത്തിലുണ്ടാക്കാവുന്നതാണ്. ഇത് ഉലുവ ചീര, അതായത് മേത്തി എന്ന് പറയും കേട്ടോ. ഇത് കുറച്ച് ഒരു പിടിയുള്ളൂ ഇത്. പിന്നെ ഇവിടെ ഞാൻ പരിപ്പും തക്കാളിയും കൂടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതും ഒരു 2 കൈയിലാണ് പരിപ്പ് ഞാനെടുത്ത്. 2 പിടി പരിപ്പും ഒരു തക്കാളി, ഒരു വലിയ തക്കാളിയും കൂടി എടുത്തിട്ട് വേവിച്ച് നന്നായിട്ട് ഇത് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ കടുകും ജീരകവും കൂടി വറുത്ത് അതിലേക്ക് ഉള്ളിയിട്ട് ഇത് മൂപ്പിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ ഉലുവ ചീര, അതായത് മേത്തി ഇട്ട് കൊടുക്കാം. അരിയണമെന്നില്ല, ചിലർക്ക് അരിയാതെയാണ് ഇഷ്ടം. അരിയണമെന്നില്ല, അത് നമ്മുടെ മുരിങ്ങയില പോലെ ഇരിക്കും. മുരിങ്ങയില പരിപ്പ് കറി വയ്ക്കില്ലേ, അതേപോലെ ഏകദേശം. അതിന് ഇതിന് തേങ്ങ അരിക്കില്ല, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ. വാടി ഒരു കളറ് മാറ്റുന്നത് വരെ നമുക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എവിടെ വരെ വെന്തോന്ന് നമുക്ക് നോക്കാം. ഇതിലധികം വേവൊന്നുമില്ല, ഇലയല്ല, മുരിങ്ങയില പോലെയാണ്. പെട്ടെന്ന് തന്നെ ചെറിയൊരു കയ്പ്പുണ്ടാവും, അറിയാമല്ലോ. ഉലുവയിലേക്ക് ചെറിയൊരു കയ്പ്പുണ്ട്, പക്ഷേ അത് നമ്മൾ കറി വയ്ക്കുമ്പോഴത്തേക്ക് അത് മാറും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ അതിൻ്റെ കൂടെ 1/2 സ്പൂൺ മുളക് പൊടി ഇടാം. എന്നിട്ട് ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇത് ചപ്പാത്തിക്കും പിന്നെ ചോറിനും നല്ലതാണ്, കൂട്ടി കഴിക്കാൻ നല്ലതാണ് കേട്ടോ. എളുപ്പവുമാണ്, തേങ്ങയൊന്നും അരയ്ക്കണ്ട, നമുക്ക് പെട്ടെന്നുണ്ടാകും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഞാൻ 1/2 സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് കൂടുതൽ പിന്നെയും ചേർക്കാൻ പറ്റും, കുറഞ്ഞിരുന്നാൽ കുഴപ്പമില്ല. പക്ഷെ കൂടിപ്പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റും, ഉപ്പുള്ളത് വയ്ക്കേണ്ടത്. അപ്പം നമുക്ക് പരിപ്പും തക്കാളിയും വേവിച്ചത് അത് ഇതിലേക്ക് ഇട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് തിളപ്പിക്കാം. വെള്ളം വേണ്ടവർക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിക്കാം. ഞാനിതിൽ വെളുത്തുള്ളിയോ ഒന്നും ചേർത്തിട്ടില്ല, ഇഞ്ചിയൊന്നും ചേർത്തിട്ടില്ല. ഇതിനകത്ത് ചുമന്നുള്ളിയും ജീരകവും കടുക് വറുത്തതേ ഉള്ളൂ. ആദ്യം തന്നെ വറുത്ത് ഇടുക ചെയ്ത് വയ്ക്കുന്നു. അപ്പോൾ നമുക്കിത് തിളയ്ക്കുക. നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. അപ്പോൾ നമുക്ക് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ നമുക്ക് നന്നായിട്ട് തിളച്ചിട്ടില്ല, തിളച്ച് വരുന്നതേ ഉള്ളൂ. ചപ്പാത്തിയുടെ മാവ് ഞാൻ കുഴച്ച് വെച്ചിരിക്കുന്നു. ചപ്പാത്തി ഇന്ന് ഉച്ചയ്ക്ക് ചപ്പാത്തിയും പരിപ്പ് കറിയുമാണ്. പരിപ്പ് മേത്തി പരിപ്പ് കറി നമ്മൾ പല വിധത്തിലുണ്ടാക്കുമല്ലോ. അപ്പോൾ ഇതിന് ഉപ്പൊക്കെ പാകമാണ്. അപ്പോൾ നമുക്കിനി ചെറുതായിട്ട് തിളച്ചുകൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ചെറു ചൂടുവെള്ളം ഒഴിക്കാം. ഞാനിത് കുറച്ച് വെള്ളത്തിലായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇത് കറക്റ്റ് പാകമായിരിക്കും. അപ്പോൾ നമുക്കിത് തിളയ്ക്കാൻ വേണ്ടി വെച്ച് വയ്ക്കും. അപ്പോൾ നമുക്ക് നോക്കാം, നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഉപ്പുണ്ടോ നോക്കാം. ഉപ്പുണ്ട്. അപ്പം ഇതിലേക്ക് സാധാരണ ഗതിയിൽ ഇവിടുത്തുകാർ കായം ചേർക്കാറില്ല. പക്ഷെ ഞാൻ പരിപ്പായതുകൊണ്ട് ഞാൻ ശകലം ഒരു നുള്ളു കായം ചേർക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചപ്പാത്തിക്കും ചോറിനുമുള്ള പരിപ്പ് മേത്തി കറി റെഡിയായി. വളരെ കുറച്ച് മേത്തി മതി, വളരെ കുറച്ച് പരിപ്പ് മതി. അതാണ് ഇതിൻ്റെ ഒരു നല്ല സ്വാദിഷ്ടമായ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇത്. നമ്മുടെ മുരിങ്ങയിലയും നമ്മളിങ്ങനെ ഉണ്ടാക്കുമല്ലോ നാട്ടിൽ. അപ്പോൾ അതുപോലെ
ഇവിടെ ഇട്ടുകാരിങ്ങനെ പരിപ്പ് കറി ഉണ്ടാക്കും. പക്ഷേ ഇതിൽ ചിലർ പൊട്ടറ്റോയും കൂടെ ഇടും കേട്ടോ. ഞാൻ പൊട്ടറ്റോ ഇട്ടില്ല, മേത്തി മാത്രമേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. ഒരു നുള്ളു കായം ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പരിപ്പായതുകൊണ്ട് കുറച്ച് ഗ്യാസൊക്കെ കുറഞ്ഞ് കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കമൻറ്റ് ഇടാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ. ചപ്പാത്തി, പരിപ്പ് കറി, പൊട്ടറ്റോ, പീസ് കറി, പനീർ കറി. അപ്പോൾ ഇതിലേത് വേണമെങ്കിലും നമുക്ക് കൂട്ടി ചപ്പാത്തി കഴിക്കാം. അപ്പോൾ എനിക്കിഷ്ടം പരിപ്പ് കറിയാണ്. അപ്പോൾ നിങ്ങൾക്കോ? അപ്പോൾ അടുത്ത 2 റെസിപ്പി പുറകെ വരുന്നതായിരിക്കും. ഇതും വളരെ ഈസി.